ഇടുക്കി ചൊക്രമുടിയിലെ അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കി റവന്യൂ വകുപ്പ്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചതായും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഏറെ വിവാദമായതാണ്, വാർത്തയായതാണ്. ആ വിഷയത്തിലാണ് റവന്യൂ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയോഗിച്ചിരുന്നു. ഈ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കയ്യേറ്റം നടന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് റവന്യൂ വകുപ്പിന് കഴിഞ്ഞ ദിവസം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ കണ്ടെത്തിയ അപാകതകൾ ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 1964 കേരള ഭൂപതിവ് ചട്ടം 8/2, 8/3 എന്നിവ പ്രകാരം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കയ്യേറ്റക്കാർക്കെതിരെ കൃത്രിമരേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഉത്തരവുണ്ട്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചതായിട്ടാണ് ഇപ്പോൾ മന്ത്രി ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. റദ്ദാക്കിയ പട്ടയങ്ങൾ 4 ദേവികുളം താലൂക്കിലെ ബൈസൺവാലി വില്ലേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത്തരത്തിലുള്ള 4 പട്ടയങ്ങളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ, ഈ ഇടുക്കിയിലെ മറ്റ് അനധികൃത കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ന്യൂസ് 8 ആണ് ആദ്യം പുറത്തുവിടുകയും ചെയ്തത്. അതനുസരിച്ചുള്ള പരിശോധനയിൽ കൂടിയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് കടന്നിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.